കഴിഞ്ഞ ദിവസം ഒരു സ്ക്രാപ്പ് കടയിൽ പോയപ്പോഴാണ് ഇങ്ങനൊരു റേഡിയോ അവിടെ കിടക്കണം കണ്ടത്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന നാഷണൽ പാനസോണിക്കിൻ്റെ റേഡിയോ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അവർ പറഞ്ഞു ഒരു 200 രൂപ തരണം എന്ന് പറഞ്ഞു. 250 പറഞ്ഞു. ഞാനൊരു 200 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു റെസ്റ്റോറേഷൻ വർക്ക് കാണാം. ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യണ മാതിരി വലിയ പ്രൊഫഷണൽ വർക്കൊന്നുമില്ല, നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് ചെറിയൊരു ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാം. ഞാൻ കൊണ്ടുവന്ന വഴിക്ക് ആദ്യം തന്നെ ഇതെല്ലാം പാർട്സ് ആക്കിയിട്ടു. എല്ലാ പാർട്സും അഴിച്ച് വേറെ വേറെ ആക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം എല്ലാം ഒന്ന് പൊടി തട്ടി ക്ലീനാക്കി മറ്റേ പ്ലാസ്റ്റിക് പീസുകളെല്ലാം ഞാനൊരു സോപ്പ് വെള്ളത്തിലിട്ട് കഴുകി ഒന്ന് ബ്രഷൊക്കെ വെച്ച് കഴുകിയെടുത്തു. അതിനുശേഷം ബോർഡിന് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ബ്രഷ് തട്ടി പൊടി തട്ടി അതിലോട്ട് കേസിലോട്ട് തന്നെ ഫിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കാസറ്റിൻ്റെ ബെൽറ്റ് ഈ മോഡൽസിനൊക്കെ സ്ഥിരം വരുന്ന ഒരു പ്രശ്നമാണ്, പഴയതിന് ബെൽറ്റ് പൊട്ടും. അപ്പോൾ എൻ്റെ അടുത്തുണ്ടാകുന്ന വേറൊരു റേഡിയോയുടെ ബെൽറ്റ് ഞാൻ ഊരിയെടുത്ത് ഇതിനിട്ടു. ബെൽറ്റ് അഴിക്കാൻ വേണ്ടി ആ കാസറ്റ് മെക്കാനിസത്തിൻ്റെ ബാക്കിൽ ഈ ഒരു പ്ലേറ്റ് 2 സ്ക്രൂകൾ നിൽക്കുന്നു. 2 സ്ക്രൂകൾ അഴിച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് അങ്ങനെ സുഖമായിട്ട് നമുക്ക് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ബെൽറ്റ് അങ്ങനെ സിമ്പിളായിട്ട് വയ്ക്കാവുന്നതാണ്. അങ്ങനെ പാർട്സുകളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് വെരിഫിക്കേഷൻ നോക്കാം. ലക്ഷ്യം വെക്കുന്നു. തട്ടിപ്പുകാർ അയക്കുന്ന ഹാനികരമായ USB കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിൽ മറ്റു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചേക്കാം. കണക്ട് ചെയ്ത USB ഉപകരണം കമ്പ്യൂട്ടറിന്റെ ഇൻട്രോ മ്യൂസിക് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം.